നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കിരണ് സേനോട് രൂപയോട് സംസാരിക്കണ സമയത്ത് പറഞ്ഞു, എനിക്ക് സംശയം ഉണ്ടായിരുന്നു സ്റ്റെഫി ജയിലിൽ ചാടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവള് കമ്പനിയിലേക്ക് വരുമെന്ന്. ഒന്നേ കമ്പനി അല്ലേ വീട്ടില്, അതുകൊണ്ടാണ് ഞാൻ കമ്പനിയിലും എല്ലാ ഭാഗത്തും CCTV ഒക്കെ പിടിപ്പിച്ച് കൃത്യസമയത്ത് തന്നെ ഞാൻ ആ CCTV ദൃശ്യങ്ങൾ നോക്കിയതുകൊണ്ട് മാത്രം എനിക്ക് കാർത്തിയെ രക്ഷിക്കാനായിട്ട് പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ കാർത്തി ഇപ്പൊ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്ക് രൂപ പറഞ്ഞു, എന്നാലും ഇങ്ങനെയുണ്ടോ ചില ജന്മങ്ങള്, എത്ര കിട്ടിയാലും പഠിക്കില്ലാത്തെ. സേനം പറഞ്ഞു, അത് ശരിയാ രൂപേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ തന്നെയാണെങ്കിൽ നിന്റെ സഹോദരനെ ആങ്ങളെ ആ രാഹുലിനെ എത്രമാത്രം സ്നേഹിച്ച, എന്നിട്ടോ അവൻ എന്താ ചെയ്ത ഒടുവില്? അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്താ എന്ന് ചോദിക്കണം. രൂപ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യ. അല്ലെങ്കിലും 4 പേര് മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ശാരി എന്നോട് ചോദിച്ചായിരുന്നു, ഇതിനകത്ത് ആ സ്റ്റെഫി കാണുമല്ലേന്ന്. അല്ല അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതെന്താണല്ലോ അമ്മ പറഞ്ഞു നന്നായി. ആന്റി എന്ന് പറഞ്ഞ ബാബോയ ഒരു കോടാലിയ. ഒരു പക്ഷേ എങ്കില് അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ പോലീസായി കേസായി കൂട്ടമായി. അപ്പോഴേക്ക് സേനം ചോദിച്ചു, അല്ല ആ CA പിന്നെ നിന്റെ പിന്നാലെ വരുമോ മറ്റോ ചെയ്തോ? നീ ചോദിച്ചു, ഇല്ല, ഇപ്പൊ ഞാനും സാറും തമ്മിൽ നല്ല കൂട്ടാന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ട്. മോളിൽ നിന്നുള്ള വിളി വന്ന് കാണും. അയാൾക്ക് മനസ്സിലായി കാണും. അല്ലെങ്കിൽ പിന്നെ ആ ഗംഗാപ്രസാദിനെ പോലുള്ള ഒരുത്തിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അയാൾ നടക്കുമെന്ന് ചോദിച്ചു. രൂപ പറഞ്ഞു, ഇനിയിപ്പോ ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ ആരെങ്കിലും കാണുമെന്ന് ചോദിച്ചു. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, എല്ലാരും ഞാൻ തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ ആ കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സേനം പറഞ്ഞു, എന്റെ മോൻ ആരാ എന്താന്നൊക്കെ മനസ്സിലായല്ലോ. അവൻ ആളും മിടുക്കനാ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ശത്രുക്കളെ ഇല്ലാതാക്കേണ്ടവരൊക്കെ ഇല്ലാതാക്കിയേ മതിയാവുള്ളൂ. പിന്നീട് രൂപ സേനും കൂടെ ശാരിയുടെ അടുത്ത് ചെന്നപ്പോ ശാരി ചോദിച്ചു, അല്ലെ എന്തായിരുന്നു രൂപ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞങ്ങൾ ഗൂഢാലോചന ഒന്നും ആയിരുന്നില്ല. കമ്പനിയിൽ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ച, കോടികളുടെ പ്രോജക്റ്റാണ്, അതിനെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. പിന്നെ നിന്റെ മോളിപ്പോ വലിയ സിവിൽ എഞ്ചിനീയർ ഒക്കെ ആണല്ലോ. അവളും നല്ല രീതിയിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് നല്ല രീതിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ അവൾക്ക് കൊള്ളാന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, പണ്ടത്തെ പോലെ ഒന്നും അല്ല ചന്ദ്രേട്ട, ഇപ്പൊ അവള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അവൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ തന്നെ അവൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. ജോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊള്ളാം എന്നും പറഞ്ഞിട്ട് അവരും കൂടെ പോയി. ശാരിക്കാണെങ്കിൽ എന്തൊക്കെയോ ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് കിരൺ സരുവിനെ കാണാൻ ചെല്ലുവാട. അങ്ങനെ സരുവിനെ കണ്ട് സംസാരിച്ചപ്പോൾ സരുവിനോട് സൈറ്റിൽ പോയായിരുന്നു എന്ന് ചോദിച്ചു. പോയായിരുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കിരണേ? ആ സ്റ്റെഫി ഉണ്ടല്ലോ, അവളെ ഞാൻ ആ ഗംഗാപ്രസാദിന്റെ അരിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. ഗംഗാപ്രസാദിന്റെ അരിയിലേക്കോ? അതെ, അവളെ തീർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പം ന്യൂസിനകത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4 പേരെ കാട്ടുമൃഗങ്ങൾ ക്രൂരമായിട്ട് കടിച്ചു കീറി കൊന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ആരാന്നറിയാവോ? സ്റ്റെഫിയും കൂട്ടരുവാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം അന്തം വിട്ടുപോയി. സരുവിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഞാൻ നിന്നോട് ഇതൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാലേ, ഇപ്പൊ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് ഇത് പറയണേ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്നോട് ഞാൻ പറയില്ലായിരുന്നു. കാരണം പറഞ്ഞിട്ടുണ്ട് പിന്നെ കേസായി കൂട്ടമായി. അല്ല കിരണേ, ഇനി ആ CI മാർട്ടെങ്ങാനും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു വരുമോ? ഇല്ല, അയാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ഇനി അന്വേഷണമായിട്ട് വരത്തില്ല. അല്ലെങ്കിൽ തന്നെ ഗംഗാപ്രസാദിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അയാൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് ആരാന്നും എന്താന്നും ഉള്ള കാര്യങ്ങളും എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അയാളുടെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സരി പറഞ്ഞു, എന്നാലും നീ സൂക്ഷിക്കണം കിരണേ. അതൊന്നും ഓർത്ത് എനിക്കൊരു പേടിയില്ല. സരി, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്നാ ശരിയെന്നും പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്ന് പോയി. ആ സമയത്ത് വിക്രത്തിന്റെ അരിയിലേക്ക്, അല്ല മനോഹറിന്റെ അരിയിലേക്ക് വിക്രം വരുവാണ്. വിക്രം വന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് പരോള് കിട്ടിയില്ല, ഞാൻ നാളെ പരോളിന് ഇറങ്ങുക. പിന്നെ ഫോണൊന്നും നിനക്കില്ലാത്തോണ്ട് വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇറങ്ങുന്ന കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ ശത്രുക്കളെയൊക്കെ തീർത്തിട്ട് ഞാൻ വരുള്ളൂടാ. ഒരു സന്തോഷ വാർത്തയായിട്ടായിരിക്കും ഞാൻ വരാൻ പോന്നെ. എന്റെ ശത്രുക്കളെയൊക്കെ തീർക്കും, പക്ഷെ നിനക്ക് ദുഃഖകരായ വാർത്തയായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, നീ ഒന്നും ചെയ്യില്ലടാന്ന് പറഞ്ഞു അവിടെ പോയിട്ട്. അങ്ങനെ എന്തേലും ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ നീ വിചാരിക്കുന്നുണ്ടോ? അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നീ എന്ത് ചെയ്യൂടെ? എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ ശത്രുക്കളെയൊക്കെ തീർത്തിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വരുവുള്ളെന്ന് പറഞ്ഞു. വിക്രം അത് പറഞ്ഞു ഇപ്പൊ മനോഹറിന് ദേഷ്യമായി. മനോഹർ ചാടി എഴുന്നിട്ടിട്ട് അവന്റെ കോളറിൽ നിന്ന് കുത്തിപ്പിടിച്ചിട്ട് അവനെ തല്ലുവേണം. നീ എന്താ ചെയ്യാൻ പോന്നെ? അങ്ങനെയാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അല്ല കാര്യം.
നീ ഒന്ന് ഇറങ്ങുന്നു എനിക്കും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. തല്ലാൻ തുടങ്ങുമ്പോഴത്തേനും സഹപ്രവർത്തകരൊക്കെ ചാടി കയറി പിടിക്കുകയാണ്, പിടിച്ചു മാറ്റുകയാണ്. അപ്പോഴേക്കും വാർഡൻ അങ്ങോട്ട് വന്നു. എന്താ രണ്ടും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുകയാണ്. എടാ നിനക്ക് എന്താന്ന് മനോഹരനോട് ചോദിച്ചു. സാറേ ഇവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അപകടമാണ്, ഇവനെ മറ്റുള്ളവർ തീർക്കുമെന്നൊക്കെ പറയണേ. എടാ അവൻ അങ്ങനെ തീർക്കുവാണെങ്കിൽ അവൻ വീണ്ടും ശിക്ഷ കൂടുതലായിട്ട് ഇവിടെ വന്ന് കിടക്കത്തുള്ളൂ. ഇപ്പൊ നിനക്ക് ശിക്ഷ കിട്ടിയില്ലേ എന്ന് പറഞ്ഞോണക്ക് തന്നെ. ഇത് കേട്ടുകഴിഞ്ഞപ്പം മനോഹരൻ സാറേ അതൊരു കാരണവശാലും പാടില്ല, നിരപരാധികളായ ആളുകളെ ആയിരിക്കും അവൻ തീർക്കണേന്ന് പറഞ്ഞു. ആ സമയത്ത് വാർഡൻ പറഞ്ഞു, നീ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, അവൻ എന്താന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. ആ സമയത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു മനോഹരന്. വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് സഹപ്രവർത്തകൻ പറഞ്ഞു, അതെ അവനുണ്ടല്ലോ അവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവൻ പുറത്തിറങ്ങുന്ന കാര്യം അത് അവരെ അറിയിക്കണ്ടെന്ന് ചോദിച്ചു. അതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ, ഇവൻ പുറത്തിറങ്ങുന്ന നിമിഷം തന്നെ അവരൊക്കെ അറിഞ്ഞിരിക്കും, കിരൺ സാറൊക്കെ അറിഞ്ഞിരിക്കും കാര്യങ്ങളൊക്കെ. കാരണം സൂപ്രണ്ടുമായിട്ട് കിരൺ സാറിന്റെ അച്ഛന് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവൻ പുറത്തിറങ്ങുന്ന നിമിഷം അവരെല്ലാവരും അറിഞ്ഞിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. പിന്നെ ഇവന്റെ ജീവൻ പോകാതെ ഇവൻ നോക്കിയാൽ മതി. കിരൺ സാറിന്റെ കയ്യിലെങ്ങാനും ഇവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർത്ത് കളയത്തുള്ളെന്ന് പറഞ്ഞു. പിന്നീട് വിക്രം പരോളിന് ഇറങ്ങുവാണ്. അങ്ങനെ പരോളിന് ഇറങ്ങിയ വിക്രം സരയുവിനെ കാണാൻ വരുന്നുണ്ട്. സരയു പറഞ്ഞു, അതെ നമ്മളിനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന അപകടമാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, കാര്യങ്ങളൊക്കെ എനിക്കറിയാം സരയു. പിന്നെ രാഹുലങ്ങളുടെ മരണം അത് ഞാൻ ഒട്ടും പ്രതീക്ഷ കാര്യമില്ല. അല്ല എങ്ങനെയാ മരിച്ചേ, മൃഗങ്ങളെ കടിച്ചു കയറി കൊന്നാന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അതിന് കാരണക്കാരൻ ഞാനും കൂടെയാന്ന് പറഞ്ഞു. നീ എങ്ങനെ? അത് പിന്നെ കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛന് ഒരുമ്പിട്ടിറങ്ങിയത്. ആ സമയത്ത് അവിടെ കിരൺ ഉണ്ടായിരുന്നു. കിരണിന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. താൻ അച്ഛനെ ഹെൽപ്പ് ചെയ്തതും അച്ഛന് കല്യാണി ഇല്ലാതാക്കാൻ പോയതും കിരണും കല്യാണി അവിടേക്ക് പോയതും ഒക്കെ. പക്ഷെ കിരൺ അന്ന് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും കല്യാണി ഇപ്പൊ ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. കല്യാണിയുടെ മരണം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അച്ഛൻ അവിടുന്ന് പോകത്തുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, അവൾക്ക് വീണ്ടും ആയുസ് ഉണ്ടായിരുന്നു. ഒടുവിൽ എൻ്റെ അച്ഛനെ പിടികൂടി കാട്ടിക്കൊണ്ട് തള്ളുകയോ ചെയ്ത കിരണ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും കാരണം കല്യാണി അല്ലേന്ന് ചോദിച്ചു. അതെ അവളാണ് എല്ലാത്തിനും കാരണം. കിരൺ ഒരു ആപത്ത് സംഭവിക്കരുത് വിക്രം, കാരണം കിരണിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിക്രം പറഞ്ഞു. രാഹുലങ്കിള് പരോളിൽ ഇറങ്ങുന്ന സമയത്തും പറഞ്ഞു ഒരേ ഒരു കാര്യം, കിരണിനെ സരയുവിനെയും തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുള്ളായിരുന്നു രാഹുലങ്കിളെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരുന്നു. സരയു പറഞ്ഞ്, അത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാനുള്ള യോഗം എൻ്റെ അച്ഛനില്ലാതെ പോയല്ലോ. നീ വിഷമിക്കേണ്ട സരയു, ഞാനില്ലേ, എന്ത് വേണമെന്ന് എനിക്കറിയാം. ആ കല്യാണി ആദ്യം തീർക്കണം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കള് കല്യാണിയും കാർത്തികയാണ്, അവരെ ഇല്ലാതാക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനുമുമ്പ് നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ? നീ നിന്റെ അച്ഛന് ഉപകാരം ചെയ്തു കൊടുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ഉപകാരം ചെയ്തു തരണം. ഈ പറയുന്ന കല്യാണിയൊക്കെ ഞാൻ പറയുന്നിടത്തേക്ക് കൊണ്ടുവരണം, എങ്കിലും എനിക്ക് അവളെ തീർക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ശരി, അതൊക്കെ ഞാൻ ഏറ്റു വിക്രം, എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തന്നോളാം. നീ പോകുന്നതിന് മുമ്പ് അവരുടെ കാര്യം കഴിക്കണമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, ഞാൻ ചെയ്തോളാം. നീ കരയാൻ തയ്യാറായിട്ടിരുന്നു, കണ്ണീര് ശേഖരിച്ചു വെച്ചോ. ആ കല്യാണി കരഞ്ഞു കഴിയുമ്പോഴത്തേനും നീ കൃത്രിമമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് കരഞ്ഞോളാൻ പറഞ്ഞു. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയാൽ മതി. അവളുടെ കാര്യം ഞാൻ തീർത്തു തരും, തീർത്തിട്ടേ ഞാൻ പോകുള്ളൂ. നീ ധൈര്യമായിട്ട് പോയിക്കോ. പിന്നെ നാളെ ഈ സമയത്ത് നമുക്ക് കാണാം. ചിലപ്പോൾ 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയെന്നിരിക്കും, എന്നാലും നിന്നെ കാണാൻ ഞാൻ വന്നിരിക്കും, അറിയാലോ. ശരി എന്ന് പറഞ്ഞിട്ട് സരയു അങ്ങോട്ട് പോയി. ഈ സമയത്ത് പ്രകാശിന്റെ കൈ പിടിച്ച് കല്യാണി നടക്കുവാണ്. കല്യാണി പറഞ്ഞു, എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അച്ഛ. എന്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാല്, ആന്തിരമോളെ ഇങ്ങനെ സംഭവിച്ചാല് സന്തോഷം തോന്നേ, അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുന്നേ. അല്ലെ കുഞ്ഞുനാളിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും സാധിച്ചിട്ടില്ല അച്ഛാന്ന് പറഞ്ഞു. പ്രകാശിന് മുഖം ആകാപ്പാടം മാറി സങ്കടമായിപ്പോയി. ശരിയാ മോളെ നീ പറഞ്ഞേ, അന്ന് ഞാൻ എൻ്റെ വിക്രത്തിന്റെ കൈ പിടിച്ചാൽ നടന്നുകൊണ്ടിരുന്നേ, അന്ന് അവനായിരുന്നു എനിക്കെല്ലാം. പക്ഷെ ഇപ്പോഴിനി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ പെൺമക്കളാണ് എനിക്ക് വലുതെന്നുള്ള കാര്യം. കാരണം അവനെ ഞാൻ അമ്മാതിരി സ്നേഹിച്ച് കൂടെ കൊണ്ടുനടന്ന, എന്നിട്ട് അവന് എനിക്കെടുത്ത് തന്ന പണി. അപ്പോഴേക്കുമാണ് ലക്ഷ്മിയമ്മയും കാർത്തിയും വരുന്നേ. ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ ഇനി നീ അധികം പുറത്തൂടെ നടക്കണ്ട, അകത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അതെന്താ ലക്ഷ്മിയമ്മേ? ആ വിക്രം ഉണ്ടല്ലോ, അവൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വിക്രം പരോളിന് ഇറങ്ങിയോ? അതെ. കാർത്തി പറഞ്ഞു, സൂക്ഷിക്കണം കല്യാണി. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, കല്യാണി മാത്രമല്ല കാർത്തി മോള് സൂക്ഷിക്കണം, നിങ്ങളോട് രണ്ടുപേരോടും അവന് ഏറ്റവും കൂടുതൽ വൈരാഗ്യം തോന്നേ. കല്യാണി പറഞ്ഞു, അങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണോ ചേച്ചി എന്ന് ചോദിച്ചു. പേടിക്കേണ്ട സ്ഥലത്ത് പേടിച്ചല്ലേ മതിയാവുള്ളൂ. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ
നിന്നോടൊക്കെ അവൻ നല്ല ശത്രുതയുണ്ട്. അതുകൊണ്ട് അവന് പരോളിനിറങ്ങി ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാ. പ്രകാശം പറഞ്ഞു, അതെനിക്കും അറിയാം. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് നല്ലതാ. കാർത്തി പറഞ്ഞു, എങ്കിൽ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. പ്രകാശം പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടും പോകണം. അറിയാലോ, അവൻ എവിടെ ഏത് സമയത്താ പതുങ്ങിയിരിക്കണം എന്നും പറയാൻ പറ്റില്ല. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, മോൾ അകത്ത് പോയിരിക്കാൻ പറഞ്ഞു. വേണ്ടച്ചാ, ഞാൻ അവിടെ നിന്നോളാം. അതൊന്നും ശരിയാകത്തില്ല. എനിക്ക് ഭയമുണ്ട് നിന്റെ കാര്യത്തിൽ. പുറത്തിങ്ങനെ നിൽക്കുന്ന അപകടമാണ്. അവൻ എപ്പോഴേ നിമിഷം മേളിലും വരാമെന്ന് പറഞ്ഞു. അപ്പോഴും കല്യാണി ചോദിച്ചു, അച്ഛന് അവനെ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തിന്? ഞാനിതിന് അവനെ കാണാൻ പോകുന്നേ. ഞാൻ അവനെ കാണാനൊന്നും പോകുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.